നമ്മൾ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ഞാൻ പൂർണ്ണ ശ്രദ്ധയോടെ നിസ്കരിക്കണം എന്ന് ഉദ്ദേശിച്ച് തുടങ്ങും. പക്ഷെ എന്താണ് സംഭവിക്കുക? അറിയാതെ ചിന്ത എവിടെയോ പോകും. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കും, ഭാവിയെക്കുറിച്ച് ചിന്തിക്കും, ജീവിതത്തിലെ പ്രശ്നങ്ങൾ റിവൈൻഡ് ചെയ്യും. നിസ്കാരം തീർന്നതുപോലും ചിലപ്പോൾ അറിയില്ല. ശരീരമുണ്ട്, പക്ഷേ നമ്മുടെ മനസ്സ് അവിടെയില്ല. ഇനി ഇത് നിസ്കാരത്തിൽ മാത്രമല്ല, നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും പഠിക്കുമ്പോഴും പല അവസരങ്ങളിലും നമ്മുടെ മനസ്സ് പല സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ? നിങ്ങൾ ഡോപ്പമിൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ഡോപ്പമിൻ എന്ന് വെച്ചാൽ ഹാപ്പി ഹോർമോൺ. അതിൻ്റെ പ്രധാന ജോലി എന്ന് വെച്ചാൽ നമ്മുടെ സന്തോഷം മാത്രം നൽകുക. ഡോപ്പമിൻ കാരണം നമുക്ക് സന്തോഷം മാത്രമല്ല, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനും നമ്മൾ മുന്നോട്ട് പോകാനും പുതിയ പുതിയ കാര്യങ്ങൾ ശ്രമിക്കാനും ജീവിതത്തിൽ വളരാനും ഈ ബ്രെയിൻ കെമിക്കൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ ഡോപ്പമിൻ കുറഞ്ഞാലോ ഈ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും നമുക്ക് മടി തോന്നും. ജോലികളൊക്കെ മാറ്റിവെക്കും. ലക്ഷ്യങ്ങളുണ്ടെങ്കിലും പ്രവർത്തിക്കില്ല. നിസ്കരിക്കണം എന്ന് മനസ്സിൽ തോന്നിയാലും നമ്മളുടെ ശരീരം എഴുന്നേൽക്കില്ല. പക്ഷെ ഒരു കാര്യം കൂടി ഓർക്കണം, എപ്പോഴും ഇത് മടി മാത്രമായിരിക്കണമെന്നില്ല. വൈറ്റമിൻ ഡിയോ അയണോ വൈറ്റമിൻ B12 ഒക്കെ കുറവായാലും, അല്ലെങ്കിൽ എന്തെങ്കിലും തൈറോയ്ഡ് ഇഷ്യൂ, സ്ട്രെസ്സ്, ഉറക്കക്കുറവ്, അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായാലും നമുക്ക് ഭയങ്കര ക്ഷീണം, മടി, മൂഡ് ലോ ഒക്കെ വരാം. അതുകൊണ്ട് സ്പിരിച്വൽ ഡിസിപ്ലിനൊപ്പം ഫിസിക്കൽ ഹെൽത്ത് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഡോപ്പമിനിൽ നിന്നാണ് അഡ്രിനാലിൻ ഉണ്ടാകുന്നത്. ഈ അഡ്രിനാലിനാണ് നമ്മളിൽ ഭയം, സ്ട്രെസ്സ്, ഉത്കണ്ഠ എന്നിവ ഉണ്ടാക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു സ്റ്റേജിൽ ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുമെന്ന് വിചാരിക്കുക. ആ ഒരു സമയത്ത് നമ്മളെ ഹൃദയമിടിപ്പ് കൂടും, ചെറിയൊരു പേടി ഉണ്ടാവും, നമ്മൾ വിയർക്കാൻ തുടങ്ങും. ഇത് കാരണം പലരും പറയും ഇതെനിക്ക് പറ്റില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശരീരം പറയുന്നത് നീ തയ്യാറാണ്, മുന്നോട്ട് പോകുക എന്നാണ്. ഒരു ഭയം വന്നാൽ മനുഷ്യന് സാധാരണ 3 കാര്യങ്ങൾ ചെയ്യും. ഒന്നെങ്കിൽ ഫ്രീസ്, അല്ലെങ്കിൽ പിന്നോട്ട് പോവും, അല്ലെങ്കിൽ മുന്നോട്ട് പോവും. വിജയിക്കുന്നവർ ഭയമില്ലാത്തവരല്ല, ഭയമുണ്ടായിട്ടും മുന്നോട്ട് പോകുന്നവരാണ്. നിസ്കാരത്തിലും ഇതേ കാര്യമാണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ നിസ്കാരത്തിൽ നമുക്ക് ഉള്ളൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇപ്പോൾ ചെയ്യണോ, കുറച്ച് കഴിഞ്ഞ് ചെയ്യാം, ഇന്ന് ടയേർഡാണ്, അല്ലെങ്കിൽ നാളെ മുതൽ തുടങ്ങാം, അല്ലെങ്കിൽ ആദ്യം ലൈഫ് ഒന്ന് ശരിയാവട്ടെ അതിന് ശേഷം തുടങ്ങാം. ഇങ്ങനെയൊക്കെ പല ചിന്തകൾ വരാം. ഇതൊക്കെ ശൈത്താൻ്റെ ഒരു ട്രിക്ക് മാത്രമാണ്. അവർ നേരിട്ട് പറയില്ല നിസ്കരിക്കരുതെന്ന്, പക്ഷേ കുറച്ച് കഴിഞ്ഞ് ചെയ്യാം. ഈ ഒരു ചിന്തകളൊക്കെ ശൈത്താനിൽ നിന്നുള്ളതാണ്. ശൈത്താൻ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ ഓരോ നിസ്കാരങ്ങളും നീളും, ഓരോ ദിവസവും നീളും, ഓരോ നിസ്കാരവും നീളും. അവസാനം കൺസിസ്റ്റൻസി നഷ്ടപ്പെടും. ഒരു ദിവസം ഒരു നിസ്കാരം മിസ്സായാൽ പോലും പൂർണ്ണമായും എല്ലാം നിർത്തുന്ന ആൾക്കാരുണ്ട്. ഇതിന് നമുക്ക് സൊല്യൂഷൻ വെച്ചാൽ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യാം. ദിവസം 5 മിനിറ്റ് നിങ്ങളുടെ ലക്ഷ്യം മനസ്സിൽ കാണാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ സമയത്ത് നിസ്കരിക്കും, ഞാൻ സമയത്ത് നിസ്കരിക്കുന്ന ഒരാളായി മാറും, ഞാൻ ശ്രദ്ധയോടെ ഖുർആൻ പഠിക്കും, അല്ലെങ്കിൽ എൻ്റെ ജീവിതം അള്ളാഹുമായിട്ട് ഞാൻ അടുപ്പിക്കും, ഞാൻ മടിയെ കംപ്ലീറ്റ് തോൽപ്പിക്കും എന്നൊക്കെ വിഷ്വലൈസ് ചെയ്യാം. ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഉള്ളിൽ ചെറിയ ആവേശം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്നിവ വരാം. അത് നമ്മുടെ ബ്രെയിന് ആക്ഷനായി തയ്യാറാകുന്നതിൻ്റെ ഒരു സൈനാണ്. ഇനി നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഈ ഫോക്കസ് നഷ്ടപ്പെടുന്നത്? നമ്മുടെ ലൈഫ് ഹാപ്പി അല്ലാതാകുമ്പോൾ, അല്ലെങ്കിൽ ഉള്ളൊരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ, ലക്ഷ്യമില്ലാതെ ജീവിക്കുമ്പോഴൊക്കെ മനസ്സ് കൂടുതൽ ഡിസ്ട്രാക്റ്റഡ് ആവും. അപ്പോൾ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് വരാതെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്കൊക്കെയാണ് ചിന്ത പോവുക. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസാണ്. എന്താണ് ഈ മൈൻഡ്ഫുൾനെസ്? മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ശ്രദ്ധയോടെ ഇരിക്കാൻ പഠിക്കുന്നതാണ്. അതായത് കഴിഞ്ഞ കാര്യങ്ങളിൽ റിഗ്രറ്റ് ഇല്ലാതെ, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ആങ്സൈറ്റി ഇല്ലാതെ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എന്ത് അനുഭവിക്കുന്നു എന്ന് ബോധപൂർവം ശ്രദ്ധിക്കുന്നതിനാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ നോക്കാതെ ഭക്ഷണത്തിൻ്റെ രുചിയും മണവും ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ ഓരോ ചുവടും ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഓരോ ആയത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കി ഓരോ ദിക്റും ശ്രദ്ധിച്ചോതുന്നത്. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു മെഡിറ്റേഷൻ അല്ല, അത് ശ്രദ്ധ തിരികെ കൊണ്ടുവരാനുള്ള ട്രെയിനിങ് ആണ്. അപ്പോൾ നിസ്കാരത്തിൽ മൈൻഡ്ഫുൾനെസ് എങ്ങനെ ഉപയോഗിക്കാം?
നിസ്കാരത്തിൽ നമുക്ക് ചിന്തകൾ വരാം, അതെല്ലാവർക്കും സംഭവിക്കാം. പക്ഷേ ഈ ചിന്ത വന്നത് ഒരു പ്രോബ്ലം അല്ല. ഈ ചിന്ത വന്ന ശേഷം ആ ശ്രദ്ധ തിരികെ അള്ളാഹുവിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇതിൻ്റെ ട്രെയിനിങ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം ഓർക്കാം. അല്ലെങ്കിൽ റുക്കുഅയിൽ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദി എന്ന് പറയുമ്പോൾ റബ്ബ് മഹാനാണ് എന്ന് ഓർക്കാം. സുജൂദിൽ പോകുമ്പോഴാണെങ്കിലും ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഏറ്റവും വിനയമുള്ള അവസ്ഥയിലാണ് എന്ന് ഓർക്കുക. ഇൻ കേസ് ശ്രദ്ധ മാറിയാൽ വീണ്ടും തിരികെ ഓർക്കുക. ഒരു തവണയല്ല 10 തവണ മാറിയാലും 10 തവണയും തിരികെ കൊണ്ടുവരിക. ഇതാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഈ ചെറിയ പ്രാക്ടീസ് നമ്മളെ മനസ്സിനെ ട്രെയിൻ ചെയ്യും. ഇത് നിസ്കാരത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കിട്ടാൻ സഹായിക്കും. ദിവസം ഒരു 10 മിനിറ്റ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം. അതായത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നട്ടെല്ല് നേരെ നിവർത്തിയിരുന്ന് കണ്ണുകൾ അടച്ച് ശ്വാസം അകത്തേക്കും പുറത്തേക്കും വിടുക. അതായത് ഇൻഹേൽ എക്സേൽ ചെയ്യുക. അപ്പോൾ ചിന്തകൾ വന്നാലും അതിനെ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. ഈ ചെറിയൊരു പ്രാക്ടീസ് നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്താൽ നമ്മൾ നിസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ കിട്ടാനും, നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് അതിൽ ഫോക്കസ് കിട്ടാനും, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് കോൺസെൻട്രേഷൻ കിട്ടാനും, നമ്മുടെ ടെൻഷൻ ഓവർ തിങ്കൊക്കെ കുറയ്ക്കാനും ഇത് സഹായിക്കും. ജേർണലിങ്ങിലൂടെയും നമ്മുടെ മനസ്സിലെ ഭാരങ്ങൾ പുറത്തെടുക്കാൻ സഹായിക്കും. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. എന്താ എനിക്ക് നിസ്കാരത്തിൽ കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റാത്തത്, എന്തിനാ എനിക്ക് ഈ മടി, അല്ലെങ്കിൽ പല ടെൻഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചാൽ അത് വലുതായി തോന്നും. പക്ഷേ അത് എഴുതുന്ന സമയത്ത് നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ദിവസവും കുറച്ച് ടൈം ഉറങ്ങിയിട്ട് ആ ഒരു ടൈം ഒരു 10 മിനിറ്റ് മാറ്റി വെച്ച് ഞാൻ എന്താണ് ഫീൽ ചെയ്യുന്നത്, എനിക്ക് എങ്ങനെ എൻ്റെ ഈ മടി മാറ്റാം, എങ്ങനെ കൺസിസ്റ്റൻ്റ് ആവാം, എൻ്റെ പോരായ്മ എവിടെയാണ്, എൻ്റെ ഗോൾ എന്താണെന്നൊക്കെ നിങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ നിങ്ങൾക്കിത് ആക്ച്വലി വെരി യൂസ്ഫുള്ളാണ്. സ്വയം മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ മനസ്സിനെ മനസ്സുകൊണ്ട് മാത്രം നിയന്ത്രിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ മാറ്റാൻ നമ്മുടെ ശരീരത്തെയാണ് ഉപയോഗിക്കേണ്ടത്. ശരീരത്തെ മാറ്റുമ്പോൾ മനസ്സ് ഓട്ടോമാറ്റിക്കലി മാറി തുടങ്ങും. നിങ്ങൾക്ക് നിസ്കരിക്കാൻ തോന്നുന്നില്ലേ, മടി തോന്നുന്നുണ്ടോ? അപ്പോൾ ഒരു മോട്ടിവേഷൻ വരുന്നത് കാത്തു നിൽക്കാതെ 2 മിനിറ്റ്സ് റൂൾ പാലിക്കുക. ആ ഒരു സമയത്ത് തന്നെ, വാങ്ങ് കൊടുത്ത ആ ഒരു സമയത്ത് തന്നെ ആദ്യം നിങ്ങളുടെ ശരീരം മൂവ് ചെയ്യിക്കുക. അതായത് എഴുന്നേൽക്കുക, ഉടനെ തന്നെ എഴുന്നേൽക്കുക, വുളു എടുക്കുക, മുസല്ല വിരിക്കുക, നിസ്കരിക്കുക. അത് പിന്നീടേക്ക് മാറ്റി വെക്കുമ്പോഴാണ് നമുക്ക് ആ നിസ്കാരം കള്ളായി പോകുന്നത്. ഇനി നിങ്ങൾക്ക് നിസ്കാരം നഷ്ടപ്പെട്ടപ്പോൾ ഉള്ളിലൊരു വേദന തോന്നുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. അള്ളാഹുവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഹൃദയത്തിലാണ് അങ്ങനെ അനുഭവിക്കുക. അതുകൊണ്ട് നാളെ മുതലല്ല, പെർഫെക്റ്റ് ആയിട്ട് ഇന്ന് മുതൽ, ഈ ഒരു നിമിഷം മുതൽ ബാങ്ക് കൊടുത്താൽ, അതായത് കള്ളാവാതെ 2 മിനിറ്റ്സ് റൂൾ പാലിക്കുക, ഉടനെ തന്നെ വുളു എടുക്കുക, നിസ്കരിക്കുക.